പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യാത്രാമധ്യേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. യേശു അവൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവനോടും ശിഷ്യന്മാരോടും കൂടി ഭക്ഷണത്തിനിരുന്നു. ഫരിസേയർ ഇത് കണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടി ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട്? ഇത് കേട്ട് യേശു പറഞ്ഞു, ആരോഗ്യമാർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, യേശു പാപികളെ വിളിക്കാനായിട്ടാണ് ഈ ലോകത്തിലോട്ട് വന്നത്. ഒരു പാപിയുടെ മാനസാന്തരം സ്വർഗം എത്രയോ സന്തോഷിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും മാനസാന്തരത്തിൽ ദൈവം സന്തോഷിക്കുന്നുണ്ട്. നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളൊക്കെയും വിശുദ്ധിയിലായിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. യേശുവിന് എല്ലാവരും ഒരേപോലെ തന്നെയാണ്. കാരണം യേശു ഒരപ്പനെ പോലെ എല്ലാ മക്കൾക്കും തൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുന്നു. സ്നേഹത്തിലൂടെ പാപികളെ മാനസാന്തരത്തിലോട്ട് കൊണ്ടുവരുന്നു. നമ്മൾക്ക് യേശുവിനെ അനുകരിക്കാം, എല്ലാവരെയും ഒരുപോലെ കാണുവാനായിട്ടും കൂടുതൽ നമ്മുടെ പ്രാർത്ഥനയും സ്നേഹവും അർഹിക്കുന്നവർക്ക് അത് നൽകുവാനായിട്ടും അവരെ കൂടെയും സ്വർഗത്തിൻ്റെ അവകാശികളാക്കുവാനായിട്ട് നമ്മൾക്ക് പരിശ്രമിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.